സുഖമാണല്ലോ എല്ലാവർക്കും. ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് മലയാളത്തിൽ കണ്ടിന്യൂഷൻ ആണ്. കവിത പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഏത് ലെസൺ ആണ്? പാഠം 2 കളിയും കാര്യവും അല്ലേ? ലെസണിന്റെ പേര് കളിയും കാര്യവും. ഓക്കെ ചിൽഡ്രൻ, ഇപ്പോൾ കളിയും കാര്യവും എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. പഠന പ്രവർത്തനത്തിൽ വരുന്ന അർത്ഥം എഴുതുക എന്ന പോർഷനാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റിൽ നമുക്ക് എന്താണ് കവിതയുടെ ബാക്കി കണ്ടിന്യൂവേഷൻ നമുക്കിന്ന് വായിക്കണം. ആദ്യം നമുക്ക് അതിൽ ഹാർഡ് വേർഡ്സ് ഉണ്ട്. അർത്ഥം എഴുതുക എന്നുള്ളതാണ് അതിൽ പഠിക്കേണ്ട വേർഡ്സ് ആണ്. ശ്രദ്ധിക്കുക, ബോർഡിൽ എഴുതിയിരിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കളിയും കാര്യവും. ചമയ്ക്കുക. എന്താണ് ചമയ്ക്കുക? ചമയ്ക്കുക, ഉണ്ടാക്കുക. ചമയ്ക്കുക, ഉണ്ടാക്കുക. കാക്കുക. കാക്കുക, സംരക്ഷിക്കുക. എന്താണ് കാക്കുക? സംരക്ഷിക്കുക. സംരക്ഷിക്കുക, കാക്കുക, സംരക്ഷിക്കുക. നുകരുക. നുകരുക, ആസ്വദിക്കുക. നുകരുക, ആസ്വദിക്കുക. വേല, ജോലി. വേല, ജോലി. നുകരുക, ആസ്വദിക്കുക. നുകരുക, ആസ്വദിക്കുക. വേല, ജോലി. വേല, ജോലി. ഒന്നുകൂടെ വായിക്കാൻ പോകുക കേട്ടോ. ചമയ്ക്കുക, ഉണ്ടാക്കുക, കാക്കുക, സംരക്ഷിക്കുക, നുകരുക, ആസ്വദിക്കുക. വേല, ജോലി. All are take your test and look here. കളിയും കാര്യവും. പാഠം 2 കളിയും കാര്യവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. എവിടെ നിന്ന് തുടങ്ങും? എവിടെ നിന്ന് ആരംഭിക്കുന്നേ? ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല യജമാനൻ്റെ വാതിലു കാക്കാൻ പോകുന്നു. കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ടീച്ചർ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിക്കേ. ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ? പാടില്ല യജമാനൻ്റെ വാതിലു കാക്കാൻ പോകുന്നു. കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. കളരിയിലും എന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, എന്താ പറയുന്നേ? ചെറുനായേ ചെറുനായേ. അടുത്ത് വീണ്ടും വിളിക്കുവാണ്. ആരെയാ? കളിയാടിയിടാൻ വീണ്ടും വിളിക്കുകയാണ് കേട്ടോ ആ കുട്ടി. ചെറുനായേ 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 വിളിക്കുകയാണ്. കളിയാടിയിടാൻ വരുമോ നീ? അപ്പോൾ ചെറുനായി പറയുന്ന മറുപടി എന്താണ്? പാടില്ല, പാടില്ല യജമാനൻ്റെ വാതിലു കാക്കാൻ പോകുന്നു എന്നാണ്. യജമാനൻ്റെ വാതിലു കാക്കാൻ പോകുന്നു. കളിക്കാൻ വരാൻ സമയമില്ല, യജമാനൻ്റെ വാതിലു കാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ലൈൻ നോക്കിയേ. കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. കളിയാതെ വേലയ്ക്കായി, കളിക്കാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ, വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ എന്ത് ചെയ്തു? നാണിച്ചു പോയി. അത് നാണിച്ചു പോയത് എന്തിനാണ്? എല്ലാവരെയും കളിക്കാൻ വിളിച്ചു അല്ലേ? ആദ്യം ആരെയാ കളിക്കാൻ വിളിച്ചത്? പൈങ്കിളിയെ. പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ വിളിച്ചു അല്ലേ? വരുമോ നീ എന്ന് വിളിച്ചു. അപ്പോൾ പൈങ്കിളിയെ വിളിച്ചു. രണ്ടാമത് വണ്ടത്താനെ വിളിച്ചു. മൂന്നാമതോ ചെറുനായിയെ വിളിച്ചു. അപ്പോൾ ഇത്രയും പേരും കളിയാടിയിടാൻ വരുമോ എന്ന് വിളിച്ചിട്ട് ആ ചെറുപയ്യനോട് പോയില്ല കളിക്കാൻ അല്ലേ? എല്ലാവരും ഓരോരോ ജോലിക്കായിട്ട് ഓരോരോ കാര്യത്തിനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ വായിക്കുമ്പോൾ. ഓക്കെ,
അങ്ങനെ എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപ്പയ്യൻ പോയല്ലോ കളരിയിലും. ചെറുപ്പയ്യൻ എവിടെ പോയി? പോയല്ലോ കളരിയിൽ പോയി എന്നാണ് പറയുന്നത്. കളരി പഠിക്കാൻ പോയി എന്നാണ്. കളരി പഠിക്കാൻ കളരിയിലും കേട്ടോ. കളരി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. യെസ്, കളരിയിൽ പോയല്ലോ. ആ കുട്ടിയും കളിക്കാനായിട്ട് പോകാതെ കളരിയിൽ പോയല്ലോ എന്നാണ് പറയുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്ന ആരാണ്? പന്തളം കേരളവർമ്മ. ഇതിൻ്റെ രചയിതാവ് ആരാണ്? പന്തളം കേരളവർമ്മ. കവി ആരാണ്? പന്തളം കേരളവർമ്മ. പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു. ടീച്ചർ ആദ്യം വായിച്ചിട്ട് ഈണത്തിൽ പാടിത്തരാം കേട്ടോ. വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു. ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല യജമാനൻ്റെ വാതില് കാക്കാൻ പോകുന്നു. കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. ഒന്നുകൂടെ ടീച്ചർ വായിക്കാം കേട്ടോ. പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു. വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു. ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല യജമാനൻ്റെ വാതിലു കാക്കാൻ പോകുന്നു. കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. All are take your notebook and write here. Take a pencil. First write date and day. Today's date and day. പഠന പ്രവർത്തനങ്ങൾ. അർത്ഥം എഴുതുക. ചമയ്ക്കുക, ഉണ്ടാക്കുക. കാക്കുക, സംരക്ഷിക്കുക. നുകരുക, ആസ്വദിക്കുക. വേല, ജോലി. നീറ്റായിട്ട് എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതണം കേട്ടോ. 2 ലൈൻ ടച്ച് ചെയ്ത് എഴുതുക. എന്നിട്ട് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഹൗ ആർ യു? ഓക്കെ, ഫൈൻ. ദെൻ നമ്മൾ ഹോപ്പിംഗ് ഫ്രോഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ അതിൻ്റെ 4 ലൈൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് കുറച്ച് പെയിന്റിങ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ഏതാണെന്ന്? മാജിക്കൽ ബുക്കിൻ്റെ കുറച്ച് പെയിന്റിങ് ആക്ടിവിറ്റി ഉണ്ട്. ദെൻ നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, all of you take your textbook page number 7 എടുത്തേ. പേജ് നമ്പർ 7 ആൻസർ ദീസ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ 4th ക്വസ്റ്റ്യൻ വരെ ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ ടീച്ചർ ഇന്ന് 5th ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. വാട്ട് വാസ് ദ ഡ്രീം മിസ്സിസ് ജയ ഹാഡ്? മിസ്സിസ് ജയ ഹാഡ്. ജയ മാം എന്ത് സ്വപ്നമായിരുന്നു കണ്ടത്? Mrs. Jaya's dream was that many books were shouting and complaining about the cruel little children who hurt them. The book had decided to hide themselves from these children. എന്താണ് ആ ബുക്കിനെ, പുസ്തകങ്ങളെ എന്താണ് ഒരുപാട് ക്രൂവലായിട്ടാണ് ആ ലിറ്റിൽ ബോയ് കാണിക്കുന്നത്. ബുക്കൊക്കെ വലിച്ചു കീറുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ആ ബോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബുക്സൊക്കെ എന്താണ് പറയുന്നത്? സ്വയമായിട്ട് അവരൊക്കെ
ഒരിടത്ത് പോയി ഒളിക്കുകയാണ്. ഹൈഡായിട്ട്, ആ ലിറ്റിൽ ബോയിൽ നിന്ന് ഹൈഡായിട്ടിരിക്കുവാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നോക്കൂ. ഹൗ ഡു യു തിങ്ക് ദ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് കെയിം ബാക്ക് ടു ദ ഷെൽഫ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ ചിന്തിച്ചേ, ആ ഇംഗ്ലീഷ് ബുക്സ് എല്ലാം ഷെൽഫിൽ തിരിച്ച് അതുപോലെ ഇരിപ്പുണ്ടോ? എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അത് നിങ്ങൾ നോട്ടിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ നോട്ടിൽ എഴുതി ടീച്ചറിനെ കാണിക്കുക. ദെൻ നെക്സ്റ്റ് നോക്കൂ. വൈ ഷുഡ് വി ട്രീറ്റ് അവർ ബുക്സ് ജെൻ്റ്ലി? നമ്മൾ എന്തുകൊണ്ടാണ് ബുക്കുകളെയൊക്കെ വളരെ സൗമ്യമായി നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും ബുക്സിനെ നീറ്റായിരിക്കണം, വൃത്തികേടൊന്നും ആക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ ഷുഡ് വി ട്രീറ്റ് അവർ ബുക്സ് ജെൻ്റ്ലി? എന്തുകൊണ്ടാണ് നമ്മൾ നോട്ട്സിനെയൊക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ജെൻ്റ്ലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊരു സിമ്പിൾ സെൻറ്റൻസിൽ അങ്ങ് എഴുതി നോട്ടിൽ വെക്കുക. ഓക്കെ, നോക്കൂ. പേജ് നമ്പർ 8 എടുക്കൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 8 എടുത്തേ. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കി. റൈറ്റ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഫോർ ഈച്ച് ഓഫ് ദീസ് ബുക്ക് ടൈപ്സ് ബൈ ചൂസിങ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. നോക്കൂ, ഇവിടെ കുറച്ച് ഡയറക്ടറി, വർക്ക് ബുക്ക്, അറ്റ്ലസ്, തെഷറസ്, മാനുവൽ, ഡയറി എന്നൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് എന്താണ് കുറച്ച് സെൻറ്റൻസ് ടീച്ചർ വായിച്ചു തരാം. ഫസ്റ്റ് വൺ, ആൻ ഇൻസ്ട്രക്ഷൻ ബുക്ക് ഓൺ ഹൗ ടു ഡു സംതിങ്. നെക്സ്റ്റ്, എ ബുക്ക് കണ്ടെയ്നിങ് എക്സസൈസസ് ആൻഡ് പ്രോബ്ലംസ് ടു സോൾവ്. ദെൻ നെക്സ്റ്റ്, എ ബുക്ക് ഓഫ് മാപ്സ്, a book to write your daily activities, a book that gives many words that mean the same as one word, a book with a list of names, addresses and phone numbers. അങ്ങനെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് വൺ, ഡയറക്ടറിക്ക് ഏതാണ് മാച്ച് ആകുന്നതെന്ന് ഒന്നുകൂടി നിങ്ങൾ വായിച്ച് നോക്കുക, എന്നിട്ട് എഴുതണം. എന്താണ് ഫസ്റ്റ് ടീച്ചർ ആൻസർ പറഞ്ഞു തരാം. ഏതാണ്? എ ബുക്ക് വിത്ത് എ ലിസ്റ്റ് ഓഫ് names, addresses ആൻഡ് ഫോൺ നമ്പർ. ഡയറക്ടറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ബുക്കിൽ നമുക്ക് ആവശ്യമായ പേര്, അഡ്രസ്സ്, പ്ലേസ് ഒക്കെയാണ് ആ ബുക്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡയറക്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഡയറക്ടറി, എ ബുക്ക് വിത്ത് എ ലിസ്റ്റ് ഓഫ് names, address ആൻഡ് ഫോൺ നമ്പേഴ്സ്. ഡയറക്ടറിയിൽ എന്തൊക്കെയാണ് കാണുന്നത്? പേരുകൾ, എന്താണ് അഡ്രസ്സ്, പ്ലേസ്, ഫോൺ നമ്പേഴ്സ്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫോൺ നമ്പേഴ്സൊക്കെയാണ് ഡയറക്ടറിയിൽ കാണുന്നത്. നെക്സ്റ്റ്, വർക്ക് ബുക്ക്. എന്താണ് വർക്ക് ബുക്ക്? അതിന് മാച്ച് ആയിട്ടുള്ളത് താഴെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. എ ബുക്ക് കണ്ടെയ്നിങ് എക്സസൈസസ് ആൻഡ് പ്രോബ്ലംസ് ടു സോൾവ്. കണ്ടോ, എ ബുക്ക് കണ്ടെയ്നിങ് എക്സസൈസ്. വർക്ക് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായ എക്സസൈസ്, നമുക്ക് ആവശ്യം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഇതൊക്കെയാണ് വർക്ക് ബുക്കിൽ കാണുന്നത്. ദെൻ നിങ്ങൾ അറ്റ്ലസ്, തെഷറസ്, മാനുവൽ, ഡയറി എന്നൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്യൂട്ടബിളായിട്ടുള്ളത് കണ്ടുപിടിച്ച് ടെക്സ്റ്റിൽ എഴുതുക. ടെക്സ്റ്റിലും നോട്ടിലും നീറ്റായിട്ട് എഴുതുക. ഓക്കെ, നോക്കൂ. ടേക്ക് യുവർ നോട്ട്ബുക്സ്. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ. ലിസൺ ഹിയർ. റൈറ്റ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഫോർ ഈച്ച് ഓഫ് ദീസ് ബുക്ക് ടാഗ് ബൈ ചൂസിങ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. നമ്മൾ ടെക്സ്റ്റിൽ കണ്ടായിരുന്നു, കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുത്തെഴുതുക. ഡയറക്ടറി ഇതിൽ നിങ്ങൾ നോട്ടിലെ ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഡയറക്ടറി, എ ബുക്ക് വിത്ത് എ ലിസ്റ്റ് ഓഫ് names, addresses ആൻഡ് ഫോൺ നമ്പർ. ഇതാണ് ഡയറക്ടറി. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വർക്ക് ബുക്ക്, എ ബുക്ക് കണ്ടെയ്നിങ് എക്സസൈസസ് ആൻഡ് പ്രോബ്ലം ടു സോൾവ്. ഓക്കെ. അറ്റ്ലസ്, എ ബുക്ക് ഓഫ് മാപ്പ്. അറ്റ്ലസ് എന്ന് പറയുന്നത് എ ബുക്ക് ഓഫ് മാപ്പ് ആണല്ലേ. ദെൻ നോക്കൂ. Thesaurus, a book that gives many words that mean the same as one word. Okay, then manual, an instruction book on how to do something. എന്താണ് manual? An instruction book on how to do something ആണ് മാനുവൽ. ഡയറി, നോക്കി എല്ലാവർക്കും ഡയറി എന്താണെന്ന് അറിയായിരിക്കും അല്ലേ. ഡയറി, എ ബുക്ക് ടു റൈറ്റ് യുവർ ഡെയിലി ആക്ടിവിറ്റീസ്. നമുക്ക് ഓരോ ദിവസവുമുള്ള ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് എന്നൊക്കെ എഴുതി വെക്കുന്നത് ഏതിലാണ്? ഡയറിയിലാണ് അല്ലേ. ഓക്കെ, ഡയറി, എ ബുക്ക് ടു റൈറ്റ് യുവർ ഡെയിലി ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതുപോലെ ആൻസേഴ്സ് മാത്രം നോട്ടിൽ നീറ്റായിട്ട് എഴുതി
ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ക്വസ്റ്റ്യൻസ്, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻ 4 നമ്പർ 4 വരെ നമ്മൾ നോട്ടിലൊക്കെ ചെയ്തായിരുന്നു. ദെൻ നെക്സ്റ്റ്, വാട്ട് വാസ് ദ ഡ്രീം മിസ്സിസ് ജയ ഹാഡ്? എന്താണ് ആൻസർ? മിസ്സിസ് ജയാസ് ഡ്രീം വാസ് ദാറ്റ് മെനി ബുക്സ് വെയർ ഷൗട്ടിംഗ് ആൻഡ് complaining about the cruel little children who heard them. The books had decided to hide themselves from these children. അപ്പോൾ എന്തായിരുന്നു മിസ്സിസ് ജയയുടെ ഡ്രീം? എന്തായിരുന്നു? ഒരുപാട് ബുക്സ് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കംപ്ലൈനിങ് ദാറ്റ് ദ ക്രൂവൽ ലിറ്റിൽ, ആരെക്കുറിച്ചാണ്? ആ ലിറ്റിൽ ബോയിയെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ആയിരുന്നു ബുക്സിനുള്ളത്. അങ്ങനെ ആ ബുക്സ് എന്ത് തീരുമാനിക്കുകയാണ്? ബുക്സ് ഹാഡ് ഡിസൈഡഡ് ടു ഹൈഡ് ദംസെൽഫ് ഫ്രം ദീസ് ചിൽഡ്രൻ. ആ കുട്ടിയിൽ നിന്ന് ബുക്സ് എല്ലാം കൂടി ഹൈഡായിട്ടിരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ. മിസ്സിസ് ജയാസ് ഡ്രീം വാസ് ദാറ്റ് മെനി ബുക്സ് വെയർ shouting and complaining that about the cruel little children who heard them. The books had decided to hide themselves from these children. Next നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How do you think the English notebook came back to the shelf? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ബുക്സ്, ഇംഗ്ലീഷ് ബുക്സ് എല്ലാം ഷെൽഫിൽ അതേപോലെ വന്നുവോ? എങ്ങനെയാണ്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നോട്ടിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, വൈ ഷുഡ് വി ട്രീറ്റ് അവർ ബുക്സ് ജെന്റ്ലി? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബുക്സ് എല്ലാം ജെന്റ്ലി ആയിട്ട്, ക്ലീൻ ആയിട്ട്, നീറ്റായിട്ടൊക്കെ ബുക്സ് വെക്കുന്നത്? എന്തിനാണ്? വൈ ഷുഡ്, എന്തുകൊണ്ടായിരിക്കാം, എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത്, മക്കൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ സെൻറ്റൻസിൽ ടീച്ചറിന് എഴുതി കാണിച്ചു തരിക. ഓക്കെ, നോട്ടിൽ എഴുതി സെൻഡ് ചെയ്യുക. ഓക്കെ, Okay, my dear children, good morning to you all. നമുക്കിന്ന് പഠിക്കേണ്ടത് EVS സയൻസ് ആണ്. എന്താണ്? സയൻസ് ആണ്. സയൻസിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? എന്താ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൽ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അതെല്ലാം ഓർമ്മിച്ച് പറയണം കേട്ടോ. ടീച്ചർ പറയുമ്പോൾ മനസ്സിലാവണമെന്ന് പറയുക. ടീച്ചറിന് കേൾക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്തൊക്കെ പഠിച്ചു? മൂവ്മെന്റ് അല്ലേ? മൂവ്മെന്റ് പഠിച്ചു. ദെൻ മൂവ്മെന്റിൽ എന്തൊക്കെ പഠിച്ചു? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന്റെ മൂവ്മെന്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. പ്ലാന്റ്സിന്റെ മൂവ്മെന്റ് എന്താണ്? പ്ലാന്റ്സിന്റെ മൂവ്മെന്റ് ഫിക്സഡ് ടു ദ ഗ്രൗണ്ട് അല്ലേ? ഫിക്സഡ് ടു ദ സോയിൽ അല്ലേ? യെസ്. ദെൻ ആനിമൽസിന്റെ മൂവ്മെന്റോ എന്താണ്? ഒരു എബിലിറ്റി ഉണ്ടെന്ന് പഠിച്ചു. ആനിമൽസിന്റെ ഒരു എബിലിറ്റി എന്താണ്? ആ എബിലിറ്റിയെ പറയുന്നത് ലോക്കോമോഷൻ. എന്ത് എബിലിറ്റിയാണ്? ടു സെർച്ച് ദ ഫുഡ് ഫോർ ഹിയർ ആൻഡ് ദെയർ അല്ലേ? എന്താണ്? ടു സെർച്ച് ഫുഡ് ഫോർ ഹിയർ ആൻഡ് ദെയർ. അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് ചെയ്ത് ഫുഡ് സെർച്ച് ചെയ്യുന്ന ആ ഒരു കഴിവിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത് പഠിച്ചു. ഓക്കെ, ദെൻ ന്യൂട്രീഷൻ പഠിച്ചു. ദെൻ ബ്രീത്തിങ്, ദെൻ റീപ്രൊഡക്ഷൻ, ദെൻ എന്താണ് പഠിച്ചത്? സെൻസ് ഓർഗൻസ്. Okay, and today I am teaching you the next portion, relationship between plants and animals. എന്താണ്? Relationship between plants and animals. ആ പോർഷനിൽ നിന്നും some hard words ഉണ്ട്. ആ hard words ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടിരിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റിൽ ആരും നോക്കണ്ട. ബ്ലാക്ക് ബോർഡിൽ നോക്കിയിരിക്കുക. ടീച്ചർ വായിക്കും. ആ വേർഡ്സ് ഓരോന്നായിട്ട് നിങ്ങൾ പറയണം. ടീച്ചറിനോടൊപ്പം ഇരുന്ന് പറയുക. ഓക്കെ, ലെറ്റ് us read. Animals and plants. ഓക്സിജൻ. എന്താണ്? ഓക്സിജൻ. OXYGEN. ഓക്സിജൻ. കാർബൺ ഡയോക്സൈഡ്. എന്താണ്? കാർബൺ ഡയോക്സൈഡ്. ഡിപ്പെൻഡ്. Exchange. Manure. Heart, brain, organs. Okay, once more to reading. Please listen here. Oxygen. അറിയാമോ സ്പെല്ലിംഗ്? ഓക്സിജൻ അറിയാമോ സ്പെല്ലിംഗ്? ഇല്ല അല്ലേ? അപ്പോൾ ആദ്യം ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്സിജൻ എന്താണ്?
oxygen, oxygen. The second one, carbon dioxide, carbon dioxide. എന്താണ്? CarbonDioxide, carbon dioxide. Depend, DEPEND, depend. Exchange, EXCHANGE, exchange. Manure, MANURE, manure. Heart, brain, organs, HEART, heart. BRAIN, brain. Last one is ORGANS, organs. Okay, children, all are take your text and look here. Other organs. Most animals have organs like heart, brain, etc. Plants do not have any such organs. Most animals, ഒട്ടുമിക്ക animalsനും എന്തുണ്ട്? Like organs like heart, brain, etc. Plants do not have any such organs. എന്നാലോ പ്ലാന്റ്സിന് ഡു നോട്ട് ഹാവ് എനി സച്ച് ഓർഗൻസ്, അങ്ങനെ ഒരു ഓർഗൻസും ഇല്ല. ദെൻ നെക്സ്റ്റ് ഹെഡിങ് വായിക്കുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. We already know that animals depend on plants for food and oxygen. We already know that animals depend on plants for food and oxygen. നമുക്ക് ഓൾറെഡി അറിയാം അനിമൽസ് ഫുഡിനും ഓക്സിജനും പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്ലാന്റ്സ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ അനിമൽസ്. പ്ലാന്റ്സും അനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. They prepare food with the help of a gas called carbon dioxide, which is given out by animals while breathing. They prepare food with the help of a gas called carbon dioxide, which given out by animals while breathing. എന്താണ് പറയുന്നത്? അനിമൽസ് ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സഹായത്തോടെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. Plants cannot make food without this gas. Plants also depend on animals for spreading their seeds and for manure. Plants cannot make food without gas. പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സഹായമില്ലാതെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. പ്ലാന്റ്സ് മാനുവറിന് വളത്തിനും സീഡ്സ് സ്പ്രെഡ് ചെയ്യാനും അനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹാർംഫുൾ ടു ബ്രീത്ത് ഫോർ അനിമൽസ്. കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നത് അനിമൽസിന് ഹാനികരമാകുന്നു. Plants take in carbon dioxide and give out a gas called oxygen. പ്ലാന്റ്സും കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഓക്സിജനെ പുറത്ത് കളയുന്നു. പ്ലാന്റ്സ് പുറത്ത് കളയുന്ന ഓക്സിജൻ അനിമൽസ് ശ്വസിക്കുന്നു. ദിസ് ഗ്യാസ് ഈസ് ടേക്കൺ ബൈ അനിമൽസ് വൈൽ ബ്രീത്തിങ്. എന്താണ്? പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഓക്സിജൻ പുറത്ത് കളയുന്നു. പ്ലാന്റ്സ് പുറത്ത് കളയുന്ന ഓക്സിജൻ അനിമൽസ് ശ്വസിക്കുന്നു. അനിമൽസ് വൈൽ ബ്രീത്തിങ്. വിത്തൗട്ട് ഓക്സിജൻ animals will die. Hence, plants and animals depend upon each other for exchange of
gases. Hence, plants and animals depend upon each other for exchange of gases. എന്താണ് പറയുന്നത്? പ്ലാന്റ്സും ആനിമൽസും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെ? ഹൗ? എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ. Manure means വളം. Animal dung used for improving the fertility of soil. Animal dung used for improving the fertility of soil. And next, activity time. Look your text, page number 92. Text, page number 92. Let us read. Observe a plant and an animal and complete the following table. Movement. Plant movement നോക്കി എങ്ങനെയാണ്? എന്താണ്? Remains fixed to the ground, അല്ലേ? Fixed to the ground. Then animal shows locomotion. Then second one, food. Second one, food. Prepare themselves. Animal depend on plants. Then third one, feelings and emotions. Plant do not have, animal have. Then last one, body parts. Plants in the body parts ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാം. Please listen to right here. ഏതൊക്കെയാണ് പറഞ്ഞേ? സ്റ്റെം, ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട് ആൻഡ് റൂട്ട്സ്. ആനിമൽസിൻ്റെയോ? ഹാൻഡ്സ്, ലെഗ്സ്, ഹെഡ്, ട്രങ്ക്. ഓക്കെ ചിൽഡ്രൻ, ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുക. ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരിക കേട്ടോ. Hello, good morning children. How are you all? Fine. Okay, today we are going to learn computer. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? കമ്പ്യൂട്ടർ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് വി ലേൺ എ ലെസൺ ഇൻട്രൊഡക്ഷൻ ടു ദ കമ്പ്യൂട്ടേഴ്സ്. ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചതല്ലേ? കമ്പ്യൂട്ടറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? യൂസസ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു, പിന്നെ എന്താണ് ഡിഫറെന്റ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു. കമ്പ്യൂട്ടറിന്റെ പാർട്സുകളെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതാണ് കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഹാർഡ്വെയറും അതുപോലെ സോഫ്റ്റ്വെയറും. അപ്പോൾ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ പഠിച്ചില്ല, അതൊന്നും നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്. എ കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 parts. 2 പാർട്സുകളാണുള്ളത് കമ്പ്യൂട്ടറിന്. എന്താണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. Hardware, the part of the computer that we can see or touch or call hardware. നമുക്ക് കാണാനും അതുപോലെ തൊട്ടു നോക്കാനും കഴിയുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്ടിനെ നമ്മൾ എന്താണ് പേര് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നു. Look at the following pictures. Mouse, keyboard, CPU, monitor. ഇതൊക്കെ നമുക്ക് എന്താണ് തൊട്ടു നോക്കാൻ പറ്റും, അതുപോലെ എന്താണ് കാണാനും പറ്റും. All the above parts are hardware. ഈ കാണുന്ന ഭാഗങ്ങളാണ് ഇത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. These parts are connected to each other so that they can work together. ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ഈ കമ്പ്യൂട്ടറിന്റെ ഈ പാർട്ടുകളുണ്ടല്ലോ, അത് തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നില്ല എങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. Some parts are here. Hard disk, motherboard, ROM. All the above parts are located inside the CPU. CPUവിനകത്താണ് ഈ പാർട്സുകൾ ഉള്ളത്. These parts are also hardware. We can only see them when we open the CPU. ഈ പാർട്സുകളും എന്താണ്? ഹാർഡ്വെയർ ആണ്. ഈ പാർട്സുകൾ ഹാർഡ്വെയർ ആണ്. ഇത് തൊട്ട് നോക്കാനും അതുപോലെ എന്താണ് ഇത് കാണാനും പറ്റും. പക്ഷെ എന്താണ്? CPU-ന് അകത്താണെന്നേ ഉള്ളൂ. CPU തുറന്നാൽ മാത്രമേ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ ഭാഗങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇതും എന്താണ്? ഹാർഡ്വെയർ ആണ്.
Softwares. A software is a set of instructions that tells the computer hardware how to perform a specific task. ഹാർഡ്വെയറിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഡ്യൂട്ടി. സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് വെൽ ഓർഗനൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോഡ് റിട്ടൺ ബൈ പ്രോഗ്രാമേഴ്സ് ഇൻ വേരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. സോഫ്റ്റ്വെയറിലുള്ളത് എങ്ങനെയാണ്? നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതെന്താണ്? കോഡുകൾ, പ്രത്യേകിച്ച് കോഡുകളുണ്ട്. കമ്പ്യൂട്ടറിന് പ്രത്യേകിച്ച് കോഡുകളുണ്ട്. ആ കോഡുകളിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് എഴുതുന്നത് ആരാണ്? പ്രോഗ്രാമേഴ്സാണ്. പ്രോഗ്രാമേഴ്സ് കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആയിരിക്കും. ഇത് നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഈ പ്രോഗ്രാമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാമേഴ്സ് ആണ് ചെയ്യുന്നത്. അവർ കമ്പ്യൂട്ടർ എക്സ്പേർട്ടായിരിക്കും. കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. വി കനോട്ട് ടച്ച് ദ സോഫ്റ്റ്വെയർ ബട്ട് വി ക്യാൻ സീ ഇറ്റ് ഓൺ ദ മോണിറ്റർ. നമുക്ക് സോഫ്റ്റ്വെയർ എന്താണ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മോണിറ്ററിൽ കൂടി കാണാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ ഹോൾഡ് എ CD or DVD ബട്ട് കനോട്ട് ഹോൾഡ് ദ വീഡിയോ കണ്ടെയ്ൻ ഇൻ ഇറ്റ്. DVD നമുക്ക് കാണാനും തൊട്ട് നോക്കാനും പറ്റും, പക്ഷെ അതിൽ വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ല. വി ക്യാൻ സീ ദ വീഡിയോ ഓൺലി ഓൺ ദ മോണിറ്റർ. നമുക്ക് എവിടെ കൂടെയാണ് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്? മോണിറ്ററിൽ കൂടിയാണ്. സോ വീഡിയോ ഈസ് എ സോഫ്റ്റ്വെയർ ആൻഡ് CD DVD ഈസ് ഹാർഡ്വെയർ. അപ്പോൾ ഈ CD-യും ഈ DVD ഒക്കെ എന്താണ്? ഹാർഡ്വെയർ ആണ്. നമുക്ക് തൊട്ട് നോക്കാനും കാണാനും പറ്റും. പക്ഷേ അതിലെ വീഡിയോ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് മോണിറ്ററിൽ കൂടി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. There are mainly two types of software. 2 types ആണ് സോഫ്റ്റ്വെയർ. എത്ര ടൈപ്പാണ്? എത്ര തരത്തിലാണുള്ളത്? 2 തരത്തിലാണ്. These are സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അങ്ങനെ സോഫ്റ്റ്വെയർ 2 തരത്തിലാണ് ഉള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയർ. The system software controls the overall functioning of the computer. It prepares the computer for the user to work and run application software. എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ മൊത്തത്തിലുള്ള ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് പ്രിപ്പയേഴ്സ് ദ കമ്പ്യൂട്ടർ ഫോർ ദ യൂസർ ടു വർക്ക് ആൻഡ് റൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഓരോന്നും ചെയ്യൂലേ? പെയിൻറ്റ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യും, പിന്നെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുക. അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, നമ്മളെ സഹായിക്കുന്നു എന്നാണ്. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ച് ആസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് 98, വിൻഡോസ് 2000, വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10. All the above are some examples of system software. ആ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി അടുത്തെന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഡിസൈൻഡ് ടു പെർഫോം വൺ ഓർ മോർ സ്പെസിഫിക് ടാസ്ക് ഓൺ എ കമ്പ്യൂട്ടർ. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒന്നിൽ കൂടുതലോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇനി പറയുന്നത് കുറച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. മൈക്രോസോഫ്റ്റ് പെയിൻറ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. യൂസിങ് ദിസ് സോഫ്റ്റ്വെയർ വി ക്യാൻ ഡ്രോ ആൻഡ് പെയിൻറ്റ് പിക്ചേഴ്സ് ഓൺ ദ കമ്പ്യൂട്ടർ. നമ്മൾ പിക്ചേഴ്സ് വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പെയിൻറ്. വിൻഡോസ് മീഡിയ പ്ലെയർ ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് വി ക്യാൻ പ്ലേ മൂവീസ് ഓർ സോങ്സ്. പിന്നെ അടുത്തൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് മീഡിയ പ്ലെയർ. അതുകൊണ്ട് നമുക്കെന്താണ് യൂസ്? വിച്ച് വി ക്യാൻ പ്ലേ മൂവീസ് ഓർ സോങ്. സിനിമകൾ കാണാനും അതുപോലെ പാട്ടുകൾ കേൾക്കാനുമാണ് ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്, എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ലെറ്റേഴ്സ്, ആപ്ലിക്കേഷൻസ്, ആർട്ടിക്കിൾസ് ആൻഡ് എസ്സേസ്. പിന്നെ ഇനി അടുത്ത് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. അതിൻ്റെ ഉപയോഗം എന്താണ്? നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെറ്റേഴ്സ് പാരഗ്രാഫും ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ട്
കമ്പ്യൂട്ടറിൽ പറ്റുന്നു. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ഡോക്യുമെൻ്റൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലും ഒക്കെ എന്താണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് പ്രസൻറ്റേഷൻസ് ഓൺ വേരിയസ് ടോപ്പിക്സ്. പിന്നെ അടുത്ത ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്രിയേറ്റിംഗ് പ്രസൻറ്റേഷൻസ് ഓൺ വേരിയസ് ടോപ്പിക്സ്. നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് ഒരു ടോപ്പിക് റെഡിയാക്കണം, നമ്മുടെ ഏതെങ്കിലും ഒരു ആഘോഷത്തിന്, ഓണം, അതിനെക്കുറിച്ചൊരു ടോപ്പിക് റെഡിയാക്കണം, അല്ലെങ്കിൽ ദീപാവലി, അതിനെക്കുറിച്ചൊരു ടോപ്പിക് റെഡിയാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. സൂം ഇൻ. കമ്പ്യൂട്ടർ ഹെൽപ്സ് us to do many things quickly, easily and in a better way. Computer can do billions of calculations in a few seconds. ഇതാണ് ഈ കമ്പ്യൂട്ടർ ഹെൽപ്സ് us to do many things quickly, easily and in a better way. നല്ല ഒരു വഴിയിലൂടെ കമ്പ്യൂട്ടറിൽ കൂടി എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടർ ക്യാൻ ഡു ബില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കമ്പ്യൂട്ടർ വഴി ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ വർക്ക്സ് ഓൺ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് സൈക്കിൾ. കമ്പ്യൂട്ടറിൻ്റെ വർക്ക് എങ്ങനെയാണ്? ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഈ 3 സ്റ്റെപ്സ് ആണുള്ളത് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഈ 3 സ്റ്റെപ്സ് വഴിയാണ്. എങ്ങനെ? ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. The result we get after processing is called output. നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമുക്ക് എന്താണ് ആവശ്യം അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്ത് നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടും. അതിന് പറയുന്നതാണ് ഔട്ട്പുട്ട്. എ കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പാർട്സ്. കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് 2 പാർട്ടുകൾ. ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ? യെസ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. എക്സസൈസ്. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. Computer is one of the greatest inventions of the month, century, year. Computer is one of the greatest invention of the century. The computer always give the dash result. Always give the accurate result. In how many steps does a computer work? എത്ര സ്റ്റെപ്പുകളാണുള്ളത് കമ്പ്യൂട്ടറിൻ്റെ വർക്കിൽ? എത്ര സ്റ്റെപ്പുകളാണുള്ളത്? കമ്പ്യൂട്ടറിൻ്റെ വർക്കിൽ 3 steps. The instructions already given to the computer are called programs. കമ്പ്യൂട്ടറിൽ നേരത്തെ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻ ഏതാണ്? പ്രോഗ്രാംസ്. Parts of the computer that we can see or touch or call. എന്താണ് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനും കാണാനും ഒക്കെ കഴിയുന്നത്? എന്താണ്? ഹാർഡ്വെയർസ്. കമ്പ്യൂട്ടറിൻ്റെ ഒരു പാർട്ടാണ് ഹാർഡ്വെയർസ്. റൈറ്റ് T for true and F for false സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂവിന് എന്ത് T എഴുതണം, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ്? F എഴുതണം. എ കമ്പ്യൂട്ടർ വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. കമ്പ്യൂട്ടർ നമ്മുടെ സമയമൊക്കെ വേസ്റ്റ് ആക്കുമെന്നാണ് പറയുന്നത്. എന്താണത്? ഫോൾസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. നെക്സ്റ്റ്, വി കനോട്ട് ഫർഗറ്റ് എനിത്തിങ്. നമ്മളൊന്നും മറക്കൂല എന്നാണ് പറയുന്നത്. ആണോ? നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവുമോ? എപ്പോഴും നമ്മൾ മറന്നു പോകാറില്ലേ? അപ്പോൾ എന്താണിത്? ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എഫ്. എ കമ്പ്യൂട്ടർ വർക്ക്സ് ഇൻ 3 steps. കറക്റ്റ്. കമ്പ്യൂട്ടറിൻ്റെ വർക്ക് എത്ര സ്റ്റെപ്പാണുള്ളത്? 3 steps. കറക്റ്റ്. ട്രൂ. ദ ഇൻപുട്ട് കൺസിസ്റ്റ് ഓഫ് ഡേറ്റ. ഇൻപുട്ട് എന്താണ്? ഡേറ്റയാണ്. ഇൻപുട്ട് ഡേറ്റയാണ്. അത് കറക്റ്റ് അല്ലേ? ട്രൂ അല്ലേ? ഇൻപുട്ട് ഡേറ്റയാണ്. ട്രൂ. എ കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 parts. കമ്പ്യൂട്ടറിന് 3 പാർട്സുകളാണ് ഉള്ളതെന്നാണ് നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടറിന് 2 പാർട്സുകളാണ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഇവിടെ പറയുന്നത് എന്താണ്? 3 പാർട്സുകളാണെന്ന്. അപ്പോൾ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. എഫ്. സർക്കിൾ ദി ഹാർഡ്വെയർ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ വിത്ത് ഗ്രീൻ ക്രയോൺസ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പാർട്സ് എന്താണ്? ഗ്രീൻ കളർ വെച്ച് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണമെന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ നമ്മൾ പഠിച്ചു. ഹാർഡ്വെയർ എന്താണ്?
തൊട്ട് നോക്കാനും കാണാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്സിനെയാണ് എന്ത് പറയുന്നത്, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നോക്കിയതിന് ശേഷം ഹാർഡ്വെയർ സർക്കിൾ ചെയ്യണം. ഗ്രീൻ കളർ ക്രയോൺ വെച്ച് സർക്കിൾ ചെയ്യണം, തൊട്ട് നോക്കാനും അതുപോലെ കാണാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ. അപ്പോൾ നിങ്ങളിത് ചെയ്യുമല്ലോ. ഇത് ഹോംവർക്കാണേ, ഹോംവർക്ക്. അതുപോലെ ട്രൂ ഓർ ഫോൾസ് ഹോംവർക്ക്. ഇനി എന്താണ് റൈറ്റ് അബൌട്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഡേറ്റ് എന്താണ്, പ്രോഗ്രാംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതെന്താണെന്ന് പറഞ്ഞു തരാം. ഹാർഡ്വെയർ, the parts of computer that we can see or touch are called hardware. നമുക്ക് തൊട്ട് നോക്കാനും കാണാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്സിനാണ് എന്ത് പറയുന്നത്, ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അടുത്ത സോഫ്റ്റ്വെയർ. എ സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഹെൽപ്പ് കമ്പ്യൂട്ടർ ടു വർക്ക്. കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡേറ്റ. A data is a set of instructions that we give the computer to work. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്നും പറയും. പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ഗിവൺ ടു കമ്പ്യൂട്ടർ ഓർ കോഡ് ഓർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടറിന് ഓൾറെഡി കൊടുത്തിരിക്കുന്ന, കമ്പ്യൂട്ടറിനകത്ത് ഓൾറെഡി ഉള്ള ഇൻസ്ട്രക്ഷനെയാണ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. Write any 4 examples of system software and application software. ഇതിലെന്താണ്, റൈറ്റ് എനി 4 examples for system software and application software. സിസ്റ്റം സോഫ്റ്റ്വെയറിന് 4 എക്സാമ്പിൾ എഴുതണം. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് 4 എക്സാമ്പിൾ. നമ്മൾ പഠിച്ചല്ലോ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഇതിലേതെങ്കിലും ഒരു 4 എണ്ണം നിങ്ങൾ നോക്കി എഴുതണം, ടെക്സ്റ്റ് നോക്കി എഴുതണം. അടുത്തെന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്, മൈക്രോസോഫ്റ്റ് പെയിൻ, വിൻഡോസ് മീഡിയ പ്ലെയർ, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചല്ലോ. ഇവിടെ എഴുതണം 1 2 3 4 4 എണ്ണം ഇവിടെ എഴുതണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോട്ട്സ് ഉണ്ട്, അത് ടീച്ചർ ഫോട്ടോ എടുത്ത് അയക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.